ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എ നോർമൽ വുമൺ എന്ന് പറയുന്ന ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ മൂവിയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മില്ലയാണ്. അവള് പെട്ടെന്ന് തന്നെ ഉറക്കമുണർന്ന് ഇപ്പൊ ബാത്റൂമിലേക്ക് പോവാണ്. ഒരു പണക്കാരന്റെ ഭാര്യയാണ് മില്ല. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മില്ല കുളിച്ച് റെഡിയായി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് അവൾ താഴേക്ക് ഇറങ്ങി പോവാണ്. മില്ലയുടെ അമ്മായിയമ്മ ലിലിയാന എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഇവരുടെ വീട്ടിൽ ഒരു ഫോട്ടോഷൂട്ട് നടക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മുടെ മില്ല കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ സെർവൻസ് മറ്റു കുറച്ച് പൂക്കളുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അത് ലിലിയാന ഓർഡർ ചെയ്തതാണെന്നും പറഞ്ഞ് ഇവള് വെച്ചിട്ടുണ്ടായിരുന്ന ആ കുറച്ച് പൂക്കള് ടേബിളിൽ നിന്ന് മാറ്റി. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇവളുടെ അമ്മായിമ്മയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന്. മില്ലയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ജോനാഥൻ, ഒരു മാമാ ബോയ്. ദേ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മില്ലയുടെ മകളായിട്ടുള്ള ഏഞ്ചൽ. ഹസ്ബൻഡ് ആയിട്ടുള്ള ജോനാഥൻ ആണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഒരു ഹൈ എൻഡ് മാഗസീനിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പൊ നടത്തുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡി അവ ചോദിക്കുന്നുണ്ട് മില്ലയെ എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്ന്. അപ്പൊ ജോനാഥൻ പറഞ്ഞു, ഞാനൊരു ചർച്ചിൽ വെച്ചാണ് ആദ്യമായിട്ട് മില്ലയെ കണ്ടുമുട്ടിയത്. പിന്നീട് ഞങ്ങൾ ഒന്നായി. മാത്രമല്ല മില്ലയുടെ ഫാമിലി വളരെ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ മില്ലയ്ക്ക് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അവൾ അത് പുറത്ത് കാണിക്കുന്നില്ല. ഈ ഒരു ഇന്റർവ്യൂവർ അവളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്റെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചതെന്ന്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ നമ്മുടെ മില്ലയാണെന്നുണ്ടെങ്കിൽ അന്നിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെരുപ്പ് കാരണം ഇപ്പൊ അവളുടെ കാലിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവളങ്ങനെ ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന വഴിയിട്ട് കാലിൽ കുപ്പിച്ചില് കയറുന്നുണ്ട്. പെട്ടെന്ന് അവള് ഞെട്ടി ഉണരുകയാണ്. അത് അവള് കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. പതിവ് പോലെ അന്നും നമ്മുടെ മില്ല നേരത്തെ എഴുന്നേറ്റു. ഇവരുടെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ 5-6 പേരൊക്കെയാണ് പണിക്ക് വെച്ചേക്കുന്നത്. ഇവളുടെ അമ്മായിമായിട്ടുള്ള ലില്ലിയാനയ്ക്ക് ഈ ഒരു ലിവർ ഇല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങൂല. പക്ഷെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെയർ ടേക്കർ ഉണ്ട്. പുള്ളിക്കാരി അന്ന് ഈ ലിവർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് ആ ഒരു കെയർ ടേക്കർ മിൻസ്ഡ് മീറ്റ് ആ ഒരു കറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മില്ലയുടെ അമ്മയായിട്ടുള്ള നോവി അവളെ വിളിക്കുകയാണ്. അത് വെറുതെ വിളിക്കുന്നതൊന്നുമല്ല, കാശിന് വേണ്ടിയിട്ടാണ്. ചൂതാട്ടം നടത്തിയുള്ള പൈസ മൊത്തം പൊടിച്ചു കളയുക. അതാണ് നമ്മുടെ മില്ലയുടെ അമ്മയായിട്ടുള്ള നോവിയുടെ പണി. ഇക്കാര്യം ഭർത്താവായിട്ടുള്ള ജോനാഥന്റെ അടുത്ത് പറഞ്ഞപ്പോ, നിന്റെ അമ്മയ്ക്ക് നമ്മൾ ഒരുപാട് പൈസ ഇതിനകം കൊടുത്തിട്ടുണ്ട്, ഒരു വീടും വെച്ചു കൊടുത്തു, ഇനിയും നടക്കില്ല, അമ്മ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. സാധാരണ മില്ലയുടെ അമ്മ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ മില്ലയുടെ ചെലവിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടാണ് ഈ ഒരു അമ്മയ്ക്ക് അവൾ കൊടുക്കാറുള്ളത്. ജോനാഥൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രൊഡക്ട്സിന്റെ ഒക്കെ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ മില്ലയോടൊത്താണ് ചെയ്യുന്നത്. ഇവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോനാഥൻ അമ്മയുടെ 70ാം പിറന്നാൾ വരികയാണ്. അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ബുക്ക് ചെയ്തോ എന്ന് നമ്മുടെ മില്ലയുടെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ലില്ലിയാന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ കയ്യിൽ നല്ലൊരു അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ 70ൽ നിന്ന് 40ലേക്കൊക്കെ പോകും. കറിയിൽ ലിവർ ഇല്ലാന്ന് പിന്നീടാണ് ഈ പെണ്ണുമ്പിള്ളയ്ക്ക് മനസ്സിലായത്. അപ്പൊ തന്നെ പെണ്ണുമ്പിള്ള തുടങ്ങി ഓക്കാനിക്കലും മറ്റതും മറിച്ചതൊക്കെ. ഇത് കണ്ടപ്പോ നമ്മുടെ മില്ലയുടെ മകളായിട്ടുള്ള ഏഞ്ചൽ പറയുന്നുണ്ട്, ഓ ഡ്രാമ ക്വീൻ തുടങ്ങി, എനിക്കിതൊന്നും കാണാൻ വയ്യ എന്നും പറഞ്ഞ് ഏഞ്ചൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ഇത് കണ്ട നമ്മുടെ ലില്ലിയാന പറയുന്നുണ്ട്, നിന്റെ മകൾക്ക് ഇച്ചിരി കൂടുന്നുണ്ട്, വയസ്സിന് മൂത്താണെന്നൊന്നും അവള് നോക്കുന്നില്ല, മര്യാദയ്ക്ക് അനുസരണ പഠിപ്പിച്ചോണം. മകളെ സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ മില്ല ഇപ്പൊ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ എങ്ങനെയാണ് ആ തളനെ സഹിച്ചു നിൽക്കണേ, എന്തൊരു സ്വഭാവം നോക്കി അതിന്. അപ്പോഴാണ് നമ്മുടെ മില്ല ഏഞ്ചലിന്റെ ഒരു ഫോട്ടോയുടെ അടിയിൽ വന്ന കമന്റുകൾ കാണുന്നത്. അതില് ഇവള് ഭയങ്കര ഫാറ്റ് ആണെന്നും പന്നിയെ പോലെ ഉണ്ടെന്നൊക്കെ കമന്റുകൾ കണ്ടു. ഏഞ്ചലിനപ്പം പറയുന്നുണ്ട്, എന്നോട് മുത്തശ്ശി ഒരു കാര്യം നിർദ്ദേശിച്ചിരുന്നു, മറ്റൊന്നുമല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് എന്റെ മുഖം ഒന്ന് അടിപൊളിയാക്കാനായിട്ട്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ മില്ലയ്ക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മില്ല റൂമിലേക്ക് നടക്കാനായിട്ട് ആരംഭിച്ചു. അവളുടെ കഴുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ചൊറിച്ചില് വരുന്നുണ്ട്. അവളങ്ങനെ ചൊറിഞ്ഞാണ് ഇപ്പൊ റൂമിലേക്ക് നടക്കുന്നത്. എന്തോ ഒരു അസ്വസ്ഥത അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ചൊറിഞ്ഞ് ഇപ്പൊ കഴുത്തിന് പുറകില് രക്തം വരാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ജോനാഥന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഭാര്യമാരെല്ലാരും കൂടി ഒത്തുകൂടിയേക്കാണ്. ഇപ്പൊ നിലവിൽ ഭാര്യമാര് മാത്രമേ ഉള്ളൂ. ഇവര് സംസാരിക്കുന്ന വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മില്ലയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടാണ്. അവൻ നല്ല ചുള്ളനാണ്, നിന്റെ ഭാഗ്യമാണ്, എനിക്കങ്ങനെ അവനെ കിട്ടണമായിരുന്നു എന്നൊക്കെയാണ് ബാക്കിയുള്ള ഭാര്യമാര് പറയുന്നത്. അപ്പോഴേക്കും 3 ഭർത്താക്കന്മാരും അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ 2 പേരുടെയും ഭർത്താക്കന്മാരുടെ കുടവയർ വരെ പുറത്ത് ചാടിയിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ മില്ലയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് പുറകിൽ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ചോര വരുന്നത് കണ്ടപ്പോൾ അവൾ നേരെ ബാത്റൂമിലേക്ക് പോയി. നോക്കുമ്പോൾ കൈ കഴുകിയപ്പോ കട്ട ചോര അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഒരു കണ്ണാടി ഇങ്ങനെ തനിയെ പൊട്ടാനായിട്ട് തുടങ്ങി. എന്താ സംഭവിക്കുന്നതെന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ കാഴ്ച കണ്ട് അവള് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു.
അങ്ങനെ ഇവളെയും കൊണ്ട് നമ്മുടെ ജോനാഥൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ ചെക്കപ്പും നടത്തി, കഴുത്തിന് പുറകിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ ഒരു കുഴപ്പവും അവക്കില്ല. ഡോക്ടറെ കാണിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി കാറിൽ ഇപ്പൊ വീട്ടിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ എന്ന് പറയുന്ന കെയർ ടേക്കറുടെ മകൻ ആദ്യമായിട്ട് ഇപ്പൊ ഈ ഒരു വീട്ടിൽ ജോലിക്ക് വന്നിട്ടുണ്ട്. അവനെയും പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നത്. ചില മരുന്നുകളൊക്കെ ഡോക്ടർ ഇപ്പൊ നമ്മുടെ മിലയ്ക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കൊടുക്കുന്നത് നമ്മുടെ ജോനാഥനാണ്. ജോനാഥനും മിലയും അപ്പൊ തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടാനായിട്ട് തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിന് പുറകിലായിട്ടുള്ള ആ ഒരു റാഷസ് കണ്ടതോടുകൂടി ജോനാഥൻ ഡിസ്റ്റർബായി പെട്ടെന്ന് ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറുന്നു. അന്ന് രാത്രി തന്നെ നമ്മുടെ മില ബാത്റൂമിലേക്ക് പോയിട്ട് നെറ്റിൽ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റാഷസിനെ പറ്റിയിട്ടൊക്കെ. ഏറെ വൈകിയാണ് അവൾ കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ കെയർ ടേക്കർ ആയിട്ടുള്ള ഇറ വന്ന് വിളിക്കുമ്പോഴാണ് നേരം വെളുത്ത കാര്യം അവൾ അറിയുന്നത്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവൾ താഴേക്ക് പോയി. എല്ലാവരും അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായിമ്മ ഇപ്പൊ നല്ല ചൂടിലാണ്. 70ാം പിറന്നാളിന്റെ ഡെക്കറേഷൻസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ടാബില് ഇപ്പൊ ആ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ടീം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിലും നമ്മുടെ മിലയാണെന്നുണ്ടെങ്കിൽ കഴുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവള് മെഡിസിൻ എടുക്കാനായിട്ട് ഇപ്പൊ റൂമിലേക്ക് വന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മില വൊമിറ്റ് ചെയ്യുകയാണ്. ആ ഒരു വൊമിറ്റ് ചെയ്തതിൽ മൊത്തം ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് മില കണ്ണു തുറന്നു നോക്കുമ്പോൾ ജോനാഥനും മകളും പിന്നെ ഈ ഒരു അമ്മായിമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മായിമ്മ ആണെന്നുണ്ടെങ്കിൽ ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ ഈ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് ലില്ലിയാന പറയുന്നത്. വല്ലപ്പോഴൊക്കെ പള്ളിയിലൊക്കെ ഒന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മില്ല ബാത്റൂമിൽ ഇരിക്കുമ്പോൾ അവൾക്ക് കണ്ണാടിയിലായിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നു. അതിന്റെ മുഖമാണെന്നുണ്ടെങ്കിൽ മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഗ്രേസ് എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. ഇതും അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു. പിറ്റേ ദിവസം ജോനാഥൻ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് മില്ലയുടെ മുഖം കണ്ടിട്ട്. അവളുടെ മുഖം മൊത്തം ഇപ്പൊ ഒരുപാട് റാഷസ് ഒക്കെ വന്നിട്ട് ആകെ വികൃതമായി തുടങ്ങി. വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധനകളൊക്കെ നടത്തി. പക്ഷെ ഇപ്പോഴും ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് അവൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോഴാണ് അവിടുത്തെ കെയർ ടേക്കർ ആയിട്ടുള്ള ഇറ ഒരു സൂപ്പുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നത്. മോളെ, ഈ ഒരു സൂപ്പ് കുടിച്ചോ, ഇത് നല്ലതാണെന്ന് പറയാം. ഈ ഒരു സൂപ്പിലേക്ക് നോക്കുന്ന മിലയ്ക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിൽ മൊത്തം തേളുകളാണ്. ലില്ലിയാനോടുള്ള ദേഷ്യത്തിന് മില്ല ആ ഒരു സൂപ്പ് മുഴുവൻ വലിച്ചു കുടിച്ചു. എല്ലാവരും വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ അവളെ നോക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം നമ്മുടെ ഏഞ്ചലും കെയർ ടേക്കർ ആയിട്ടുള്ള ഇറയും മില്ലയും ഒരുമിച്ചിരിക്കുമ്പോൾ കെയർ ടേക്കർ ആയിട്ടുള്ള ഇറ അറിയാതെ മില്ലയെ ഗ്രേസ് എന്ന് വിളിക്കുന്നുണ്ട്. അതെന്താണെന്ന് മില്ല അവളെ ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിച്ചപ്പോഴും ഇറ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. മാത്രമല്ല നമ്മുടെ മില്ലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ ചെറുപ്പകാലം ഓർത്തെടുക്കാനും കഴിയുന്നില്ല. ആ സ്വപ്നത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രേസ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുന്നുണ്ട്. മാത്രമല്ല അപ്പൊ തന്നെ നമ്മുടെ മില്ല വീട്ടിലേക്ക് പോയിട്ട് അമ്മയായിട്ടുള്ള നോവിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും പുള്ളിക്കാരി ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും അവൾക്ക് കൊടുക്കുന്നില്ല. ഭർത്താവായ ജോനാഥൻ അങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ മില്ലയെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിടിച്ച ജോനാഥൻ റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് നമ്മുടെ ഇറയുടെ മകനായിട്ടുള്ള ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മുടെ മില്ലയുടെ അടുത്ത് നിങ്ങൾക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുന്നത്. പുള്ളിക്കാരി അങ്ങനെ അകത്തേക്ക് നടന്നു പോകുമ്പോൾ ഈ ഒരു മമ്മ ബോയ് ആണെന്നുണ്ടെങ്കിൽ ലില്ലിയാനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ മില്ലയ്ക്ക് ദേഷ്യം കയറുന്നുണ്ട്. ഭാര്യ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത ഒരു മണഗുണാഞ്ചൻ. അടുത്ത ദിവസം തന്നെ അമ്മായിമ്മയായിട്ടുള്ള ലില്ലിയാന ഒരു പ്രീസ്റ്റിനെ അങ്ങോട്ടേക്ക് വരുത്തിച്ചു. എന്നിട്ട് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മുടെ മില്ലയെ മുക്കുകയാണ്. അവളുടെ ദേഹത്തുള്ള സാത്താൻ പോകട്ടെ എന്നും പറഞ്ഞാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു വെള്ളത്തിലേക്ക് അവൾ താവുമ്പോ തന്നെ അവൾക്ക് പഴയ ഓർമ്മകൾ ചെറുതായിട്ട് വന്നു. എല്ലാവരും ഇവളെ ഇപ്പൊ ഒരു ഭ്രാന്തിയായിട്ടാണ് കാണുന്നത്. മകളായിട്ടുള്ള ഏഞ്ചല് മാത്രമാണ് ഇപ്പൊ നമ്മുടെ മില്ല പറയുന്നത് കേൾക്കുന്നത്. മില്ലയ്ക്ക് ഇപ്പൊ തോന്നുന്നത് താൻ തന്നെയാണ് ഗ്രേസ് എന്നാണ്. പക്ഷെ എത്ര ചോദിച്ചിട്ടും അവളുടെ അമ്മ ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് എറിക്ക എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ്. 70ാം പിറന്നാൾ ആഘോഷിക്കാൻ പോവാണല്ലോ. അപ്പൊ ഈ ഒരു അമ്മായിമ്മയ്ക്ക് മേക്കപ്പ് ഇടാനായിട്ട് വരുന്നത് എറിക്കയാണ്. ഇപ്പൊ ജോനാഥനെ പുള്ളിക്കാരി പരിചയപ്പെടുന്നുണ്ട്. ഈ ഒരു വീടിന്റെ വലിപ്പം കണ്ടപ്പോ തന്നെ എറിക്ക ഫ്ലാറ്റ് ആണ്. അവൾ അവിടെ മൊത്തം നടന്നു കാണാനായിട്ട് ആരംഭിച്ചു. ഇത് കണ്ട് ഏഞ്ചൽ അങ്ങോട്ടേക്ക് വന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ അമ്മായിമ്മയുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോയി. പുള്ളിക്കാരിക്ക് ഇപ്പൊ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല പുകഴ്ത്തി പറയുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഈ ഒരു എറിക്കയുടെ വാക്കുകളിലൊക്കെ വീഴുന്നുണ്ട്. ലില്ലിയാനയ്ക്ക് മാത്രമല്ല മേക്കപ്പ് ഇട്ടത്, നമ്മുടെ ഏഞ്ചലിനും മേക്കപ്പ് ഇട്ട് കൊടുത്തു. അത് അപ്പൊ തന്നെ ഏഞ്ചല് ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതോട് കൂടിയിട്ട് അവൾക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നു. ഒരു ബോയ് ഫ്രണ്ട് സെറ്റായി. ഇതോടുകൂടി അവളും ഇപ്പൊ നല്ല രീതിയിൽ ഹാപ്പി. അപ്പോഴാണ് എറിക്ക ഇറയെ അവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ എറിക്കയ്ക്ക് നമ്മുടെ മില താമസിക്കുന്നത് ഇവിടെയാണെന്ന് മനസ്സിലായി. മിലയെ കാണാനായിട്ട് ഏഞ്ചലിന്റെ ഒപ്പം ഇപ്പൊ നമ്മുടെ എറിക്ക അവളുടെ റൂമിലേക്ക് പോവുകയാണ്. ഈ എറിക്കയും അതുപോലെ തന്നെ നമ്മുടെ മില്ലയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പക്ഷേ നമ്മുടെ മിലയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല.
ഇപ്പൊ നമ്മുടെ മില്ലയുടെ അടുത്ത് വന്നിട്ട് അവൾ ചെറുപ്പത്തിൽ കാണിച്ചിരുന്ന ഐ ലവ് യു നമ്മളിങ്ങനെ കൈകൊണ്ട് കാണിക്കില്ലേ, ആ ഒരു സിമ്പിൾ കാണിക്കുമ്പോൾ നമ്മുടെ മില്ലയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇത് എറിക്കുകയാണെന്ന് അവക്കും മനസ്സിലാവുന്നുണ്ട്. ഇവര് ചെറുപ്പത്തിൽ കളിതമാശയായിട്ട് പറയുമായിരുന്നു, നീ ഒരു വലിയ പണക്കാരനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കും എന്റെ കൂടെ വന്ന് താമസിക്കാട്ടോ എന്നൊക്കെ. മില്ലയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന എറിക്ക നോക്കുന്നത് ഇവരുടെ ഫാമിലി ഫോട്ടോയും ഈ ഒരു ചുറ്റുപാടും ഒക്കെയാണ്. അന്ന് വൈകിട്ട് നമ്മുടെ മില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഗാർഡൻ നോക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ പുതിയ പ്ലാന്റ്സ് ഒക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് പൂക്കൾ എന്റെ റൂമിലേക്ക് വെക്കുമോ എന്ന് നമ്മുടെ ഈ ഒരു പയ്യന്റെ അടുത്ത് മില്ല ചോദിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട, എന്റെ റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പൂവും വാടാറുണ്ട്. അത് ആ ഒരു പൂവിന്റെ കുഴപ്പമല്ല മാഡം, ആ ഒരു ചുറ്റുപാടിന്റെയാണ് എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കല്യാണം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ ഇപ്പം ഇല്ല ഓർക്കുകയാണ്. താൻ എപ്പോഴും ഈ ഒരു കുടുംബത്തിന് ഒരു ബാധ്യത, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ മില്ലയ്ക്ക് വരികയാണ്. പെട്ടെന്നാണ് ഒരു കിടിലിന് മഴ പെയ്യുന്നത്. അവളങ്ങനെ മഴ കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മകളായിട്ടുള്ള ഏഞ്ചലും വരികയാണ്. രണ്ടുപേരും ഇപ്പോ മഴ നനയുന്നു. മറുവശത്ത് നമ്മുടെ എറിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുടുസുമുറിയിലാണ് താമസം. പണം ഒട്ടും അവക്കില്ല. പലതരത്തിലുള്ള ജോലികൾ അവൾ ചെയ്യാറുണ്ട്. നമ്മുടെ മില്ല അനുഭവിക്കുന്ന ആ ഒരു സൗഭാഗ്യത്തെ പറ്റിയിട്ടൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ ഡയറക്ടറിയിൽ നിന്ന് നമ്മുടെ ലിലിയാനയുടെ നമ്പർ തപ്പിയെടുത്ത് അവൾ പണ്ട് ചെയ്ത പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും എറിക്കയുടെ ആ ഒരു വീടിന്റെ ഡോറിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. നോക്കുമ്പോ അത് ഹൗസ് ഓണറാണ്. വാടക കൊടുക്കാത്തതുകൊണ്ട് അവളുടെ ശരീരം തന്നെ ആവശ്യപ്പെടുകയാണ് ഈ ഒരു ഓണർ. അതോട് കൂടിയിട്ട് അവൾക്ക് നല്ല കരച്ചിലും മറ്റൊക്കെ വരുന്നുണ്ട്. ശേഷം അവൾ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം തന്നെ ലില്ലിയാനയ്ക്ക് ഈ ഒരു 70-ാം പിറന്നാളിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇപ്പോഴേ ഇട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ ഏഞ്ചലിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഒന്നും സ്യൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എറിക്ക ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക പെണ്ണുങ്ങൾക്കുള്ള ഒരു കുത്തിത്തിരിപ്പ് സ്വഭാവം ഉണ്ടല്ലോ, അതന്നെ. എറിക്ക എന്നിട്ട് നേരെ ജോനാഥന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ഇവള് പണ്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ജോനാഥൻ ആകെ ഞെട്ടിപ്പോയി. മാത്രമല്ല ഇവള് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഫോട്ടോസും മറ്റൊക്കെ അവന് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നിലവില് ലിലിയാനയ്ക്കും അതുപോലെ തന്നെ ജോനാഥനും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഒരാറ്റം ബോംബ് തന്നെ അവള് പൊട്ടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് എത്തിയ ജോനാഥനും ലിലിയാനയും കൂടി ചേർന്നിട്ട് ഇപ്പൊ നമ്മുടെ മിലയെ ചോദ്യങ്ങൾ ചോദിച്ച് ആകെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിലയ്ക്ക് ഇതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഓർമ്മ വന്നു. പണ്ട് ചെറുപ്പത്തില് ഈ ഒരു അമ്മയുടെ കൂടെ പോകുമ്പോ അവിടെ അടുത്ത വീട്ടിലെ ഒരു ഗ്ലാസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു വലിയ ഗ്ലാസ് പിടിച്ചുകൊണ്ട് രണ്ടുപേര് പോകുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ കുഞ്ഞു മില്ലയുടെ മുഖത്തേക്ക് അങ്ങോട്ട് വീഴാണ്. അതോട് കൂടിയിട്ടാണ് അവൾക്ക് ആ ഒരു സർജറിയുടെയും മറ്റൊക്കെ ആവശ്യം വന്നത്. ആ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം പിന്നീട് നമ്മുടെ മില്ലയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുവരെ മില്ലയുടെ യഥാർത്ഥ നെയിം ഗ്രേസ് എന്നായിരുന്നു. പിന്നീട് അവളുടെ അമ്മ ഇട്ട പേരാണ് മില്ല എന്നത്. ഈ കാര്യങ്ങൾ തുറന്നു പറയാത്തതിൽ ജോനാഥന് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മില്ലയെ ഇപ്പൊ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് എറിക്ക അങ്ങോട്ടേക്ക് വരുന്നു. ലിലിയാനയ്ക്ക് ഇഷ്ടപ്പെട്ട ലിവർ കറിയും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അത് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോ ലിലിയാനയ്ക്ക് കൊടുക്കുന്നു. ലിലിയാനയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, മോൾ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാ? എല്ലാവർക്കും മില്ലയെ പോലെ ഒരു സൗഭാഗ്യം ഉണ്ടാവണം എന്നില്ലല്ലോ അമ്മ. ഇവള് കൊണ്ടുവന്ന ഫുഡ് കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ എറിക്ക മില്ലയുടെ റൂമിലേക്കും വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ മില്ലയ്ക്ക് നല്ല ദേഷ്യം പിടിച്ച് അവളത് തട്ടിക്കളഞ്ഞു. മില്ലയുടെ ജീവിതം കണ്ട് നമ്മുടെ എറിക്കയ്ക്ക് നല്ല അസൂയുണ്ടെന്ന് ഇപ്പൊ മില്ലയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ ദിവസം തന്നെയാണ് അമ്മായിമ്മയായിട്ടുള്ള ലില്ലിയാനയുടെ 70-ാം പിറന്നാള്. താഴെ മൊത്തം പാർട്ടിക്കുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മില്ലയ്ക്ക് മാത്രം പോവാൻ അനുവാദമില്ല. കാരണം അവളുടെ മുഖമാകെ വികൃതമായിരിക്കുകയാണല്ലോ. അങ്ങനെ അവളുടെ ഫേവറേറ്റ് ഡ്രസ്സും നെക്ലസും ഒക്കെ ഇടിപ്പിച്ചിട്ട് ഇപ്പൊ നമ്മുടെ എറിക്കയെ മില്ല ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. ശേഷം ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മില്ല ഒരു റെഡ് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ആരും അത് പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് ജോനാഥൻ. വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് മില്ല അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഒരു വലിയ കത്തി എടുത്തിട്ട് അവിടെ മുറിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് അറഞ്ചും പുറഞ്ചും അങ്ങോട്ട് വെട്ടിക്കളയുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഏഞ്ചലിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തൻ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഇപ്പോ ഓൺലൈനിൽ ട്രെൻഡിങ് ആണ്. ഇവരുടെ എല്ലാ കമ്പനീസിനെയും ഈ ഒരു പ്രവൃത്തി ബാധിച്ചിട്ടുണ്ട്. അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു കുരിപ്പ് എറിക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് ലിലിയാനയെ സമാധാനിപ്പിക്കുന്നു. വശത്ത് കമ്പനിയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ ജോനാഥന് എതിരാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഒരു ലൈവ് ഇടുകയാണ്. എന്റെ ഭാര്യയ്ക്ക് മെന്റൽ ഇൽനെസ് ആണ്,
അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ലൈവ് ഇടുന്നു. അപ്പോഴേക്കും എറിക്ക കുരിപ്പ് അങ്ങോട്ടും വരുന്നുണ്ട്. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കിഴങ്ങൻ ഭർത്താവ് അല്ലേ. എറീക്ക അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഇവരുടെ ഫാമിലി ഫോട്ടോയിൽ അവൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശേഷം ഇനി അവളായിരിക്കും ആ ഒരു സ്ഥാനത്ത് ഉണ്ടാവുക എന്ന മട്ടില് ഇവിടെ മിലയെ നോക്കാനായിട്ടായിരുന്നു കെയർ ടേക്കർ ആയിട്ടുള്ള ഇറ ഈ ഒരു വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ അവരും ഇവിടെ വിട്ടു പോകാനായിട്ട് നിൽക്കുകയാണ്. ഇറയുടെ മകനായിട്ടുള്ള ഹാത്തയും ഉണ്ട് കൂടെ. അപ്പൊ നമ്മുടെ മില ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന്. അവൾ ഇക്കാര്യം തന്റെ മകളോടും പറഞ്ഞു. മോള് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല അമ്മേ, അമ്മ പൊക്കോ, എന്റെ ലൈഫ് ഞാൻ തന്നെ തീരുമാനിച്ചോളാം, എന്നെ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാല് അമ്മയുടെ അടുത്തേക്ക് നിനക്ക് വരണം എന്ന് തോന്നുകയാണെങ്കിൽ നീ വരാൻ മടിക്കണ്ട എന്നും അവള് തന്റെ മകളോട് പറയുന്നു. ജോനാഥനും മിലിയാനയും ഓഫീസിലേക്ക് പോയ തക്കം നോക്കിയിട്ട് നമ്മുടെ മില്ല സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോ ഈ ഒരു മില്ലയുടെ അമ്മയായിട്ടുള്ള നോവി അങ്ങോട്ടേക്ക് കടന്നു വരികയും, നീ പൊക്കോ, പക്ഷേ പണ്ട് നിനക്ക് ഞാൻ ചെയ്തു തന്ന ആ ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ പൈസ തന്നിട്ട് പോയാ മതി എന്നാണ് ഈ ഒരു തള്ള ഇപ്പോഴും പറയുന്നത്. പൈസ മാത്രമാണ് ആ ഒരു അമ്മ നോക്കുന്നത്. ദേഷ്യം പിടിച്ച നമ്മുടെ മില്ല അവളുടെ മുഖം തന്നെ കീറുന്നു. അതിനുശേഷം നമ്മുടെ ഹറ്റിയുടെ കൂടെ ആ ഒരു ലോറിയുടെ പുറകിൽ കിടന്നിട്ട് അവൾ പോവുകയാണ്. ആ ഒരു വണ്ടിയുടെ പുറകിൽ കിടക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തോന്നുകയാണ്. അവൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഇന്തോനേഷ്യൻ വില്ലേജിൽ താമസിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുമ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെ പെട്ടുകിടക്കുന്ന, അതായത് വലിയ വലിയ വീടുകളിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഓരോരോ അഭിപ്രായങ്ങളും പറയാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഫെമിനിസം പറയുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, ഈ ഒരു സിനിമയുടെ ഉള്ളടക്കം അതൊന്നുമല്ല. ഇതിലൊരു സ്ത്രീയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരുടെ, അതായത് മില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ മകളായിട്ടുള്ള ഏഞ്ചലിന് കമന്റ് ബോക്സിൽ വരുന്ന, സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സിൽ വരുന്ന ആ ഒരു ബുള്ളിങ്, അതുപോലെ തന്നെ അവളെ കാണാൻ ഭംഗിയില്ല, അവൾ ഫാറ്റിയാണ് എന്നുള്ള പറഞ്ഞുള്ള പല കാര്യങ്ങളും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരുപാട് കമന്റുകളും അസഭ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിളിച്ചു കാട്ടുന്ന ഒരു കിടിലൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു അമ്മായിമ്മ പോര്, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കുന്നവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കൊക്കെ ശരിക്കും റിലേറ്റബിൾ ആവുന്ന ഒരു സിനിമ കൂടിയാണിത്. അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്കെന്തായാലും, ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ, അധികം റേറ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.